രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സൗന്ദര്യ ലഹരി ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച 12 മണിക്ക് കണ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധ, രാധയുടെ പ്രണയം എന്ന പേരിൽ രാധയുടെ പ്രണയം എന്ന പേരിൽ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ മുഴുവനും ഞാൻ ചൊവ്വാഴ്ച അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ കേൾക്കണേ. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് ഉടൻ തന്നെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതി, എല്ലാ വെള്ളിയാഴ്ചയുമാണ് സൗന്ദര്യലഹരി. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എൻ്റെ യൂട്യൂബിനകത്തുണ്ട്. ചിലർ നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വരാം. ദൂരെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നാണ്. ഈ വരുന്ന തിങ്കളാഴ്ച ഏപ്രിൽ 6-ാം തീയതി ഞാൻ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് കേൾക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കൊടുത്തിട്ടുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ ഒരു പുതിയ എനർജിയും പുതിയ അറിവുമായി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മെസ്സേജസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ രാധിക കവചൻ 2 ഉണ്ട്. അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്. രാധാ സഹസ്രനാമവും രാധാ മാനസതന്ത്രവും നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ അത് പാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ओ राधे राधे. बरसाने वाली राधा रानी की जय. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഇന്ന് നമ്മുടെ സൗന്ദര്യ ലഹരി പാടി തന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി രാധാ സഹസ്രനാമവും നിങ്ങൾക്ക് വേണ്ടി രാധികാ കവചവും പാടിത്തന്ന രാധേ രാധേ ചാനലിന് ഏറെ പ്രിയപ്പെട്ട, അത്യധികം പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിയെ പോലെ കരുതുന്ന കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് പാടി ഇട്ടു തരുന്നത്. അപ്പോൾ നിങ്ങളത് കേട്ടുകൊള്ളൂ. അതിമനോഹരമായിട്ടാണ് നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടിയിരിക്കുന്നത്. ഹൃദയത്തിൽ തട്ടിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ അത് ആലപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി കേട്ടോളൂ. സുധാ സിന്ധോർ മധ്യേ സുരവിടപി വാടി പരിവൃതേ മണിദ്വീപേ നീപോപമ വനവതി ചിന്താമണിഗ്രഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാ ഖതിചന ചിദാനന്ദലഹരിം. അർത്ഥം എഴുതിക്കോ. സുധാ സിന്ധോർ മധ്യേ, അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ, അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ, സുരവിടപി വാടി പരിവൃതേ, സുരവിടപി വാടി പരിവൃതേ. അർത്ഥം കൽപ്പക വൃക്ഷങ്ങൾ നിറഞ്ഞ പൂങ്കാവനത്താൽ ചുറ്റപ്പെട്ട, കൽപ്പക വൃക്ഷങ്ങൾ നിറഞ്ഞ പൂങ്കാവനത്താൽ ചുറ്റപ്പെട്ട മണിദ്വീപേ, മണിദ്വീപേ രത്നദ്വീപ്, രത്നദ്വീപ്. നിപോപ വനവതി, അർത്ഥം കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ആരാമത്തോടു കൂടിയ. നിപോ വനവതി എന്ന് പറഞ്ഞ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ആരാമത്തോടു കൂടിയ. ചിന്താമണിഗ്രഹേ, ചിന്താമണി എന്ന രത്നം കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ, ചിന്താമണികൾ കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ. ശിവകാരേണ ശിവകാരേ മഞ്ചേ, ശിവസ്വരൂപം, ശിവസ്വരൂപമായ മഞ്ചത്തിൽ, കിടക്കയിൽ, മെത്തയിൽ. പരമശിവ പര്യങ്ക നിലയാം, പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ഭജന്തി, ഭജിക്കുന്നു. ത്വാം, ദേവിയെ. ധന്യ, ധന്യന്മാർ. കതിജന, കതിജന ചില, കതിജന ചില. ചിദാനന്ദലഹരിയും എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് കൊണ്ടുള്ള ആനന്ദപ്രവാഹ രൂപിണിയായ, അറിവിൻ്റെ ആനന്ദപ്രവാഹ രൂപിണി ആയ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്രയാണ്. ഇതിൻ്റെ ആദ്യ ഇതിൻ്റെ ഒരു ആശയം പറഞ്ഞു തരാം. അല്ലയോ മഹാദേവി, സുരപൂജിതേ, സകല ദേവന്മാർ പോലും ആരാധിക്കുന്ന ദേവി, അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ കൽപ്പവൃക്ഷോ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രത്നദ്വീപിൽ, കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള പൂന്തോട്ടത്തോടു കൂടിയ ചിന്താമണികൾ കൊണ്ട് നിർമ്മിച്ച ഗ്രഹത്തിൽ, ശിവസ്വരൂപമായ മഞ്ചത്തിൽ, പരമശിവനാകുന്ന മെത്തയിൽ അങ്ങനെ ശോഭിക്കുന്ന ജ്ഞാന ആനന്ദ, അറിവിൻ്റെ ആനന്ദ പ്രവാഹ രൂപിണിയെ, നിന്തിരുവടിയെ പുണ്യവാന്മാർ ഭജിക്കുന്നു. അപ്പൊ ദേവി വസിക്കുന്നത് എവിടെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ദേവി വസിക്കുന്നത് എവിടെ? ദേവി വസിക്കുന്നത് എവിടെയാണ്? ആ അമൃത സമുദ്രത്തിൻ്റെ നടുക്കാണ് വസിക്കുന്നത്. അമൃത സമുദ്രത്തിൻ്റെ നടുക്കാണ് ആദി പരാശക്തി താമസിക്കുന്നത്, അല്ലെങ്കിൽ മഹാത്രിപുര സുന്ദരി താമസിക്കുന്നത്. ആ സമുദ്രത്തിൻ്റെ നാല് ചുറ്റും എന്തുണ്ട്? കൽപ്പവൃക്ഷങ്ങളുണ്ട്. ആ കൽപ്പവൃക്ഷങ്ങൾ അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ കൽപ്പസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൻ്റെ പേരാണ് രത്നദ്വീപ്.
ഈ രത്നദ്വീപിലാണ് ദേവി താമസിക്കുന്നത്. അപ്പൊ അമൃത സമുദ്രത്തിന്റെ നടുക്കായിട്ട് കൽപ്പക വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേരാണ് രത്നദ്വീപ്. ഈ രത്നദ്വീപിലാണ് ആദിപരാശക്തി മഹാത്രിപുര സുന്ദരി താമസിക്കുന്നത്. അവിടെ ആകട്ടെ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള പൂന്തോട്ടവുമുണ്ട്. ഈ രത്നദ്വീപിൽ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള പൂന്തോട്ടവുമുണ്ട്. അങ്ങനെ അമൃത സമുദ്രത്തിന്റെ നടുക്ക് കൽപ്പവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രത്നദ്വീപ്, അവിടെ കടമ്പ് വൃക്ഷത്തിന്റെ ആരാമവുമുണ്ട്. അവിടെ ദേവി ചിന്താമണി രത്നം കൊണ്ട് സ്ഥാപിച്ച ഗ്രഹത്തിലാണ് താമസിക്കുന്നത്. ചിന്താമണി രത്നം കൊണ്ട് സ്ഥാപിച്ച ഗ്രഹത്തിലാണ് താമസിക്കുന്നത്. എന്നിട്ട് ഉറങ്ങുന്നതും ഇരിക്കുന്നതുമൊക്കെ എന്താണ്? ശിവസ്വരൂപമായ മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിൽ അങ്ങനെ ശയിക്കുകയാണ്. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ഈ ദേവി ചിദാനന്ദ സ്വരൂപിണി, അതായത് ജ്ഞാനാനന്ദം, അറിവ് പകർന്നു തരുന്നത് ദേവിയാണ്. അറിവ് പകർന്നു തരുന്നത് ദേവിയാണ്. ആ ചിദാനന്ദ അല്ലെങ്കിൽ അറിവിൻ്റെ ആനന്ദത്തിൻ്റെ ലഹരിയിലങ്ങനെ ശോഭിക്കുകയാണ് ദേവി. അങ്ങനെ ശോഭിക്കുന്ന ദേവിയെ പുണ്യവാന്മാർ ഭജിക്കുന്നു. അപ്പൊ ദേവിയെ ഭജിക്കുന്നവരാരാകുന്നു? പുണ്യവാന്മാർ. അതിൻ്റെ അർത്ഥം എന്താണ്? ദേവന്മാരെ മാത്രം ഭജിക്കുന്നവര് പുണ്യവാന്മാരല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പലപ്പോഴും ആൺ ദൈവങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ആൺ ദൈവങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവർ വിചാരിക്കുക നിങ്ങൾ പുണ്യവാന്മാരല്ല. ഇത് പറയുന്നത് ദിലീപ് സാർ അല്ലേ? കാരണം സൗന്ദര്യലഹരിയുടെ ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ശിവഭഗവാനാണ്. അപ്പൊ ശിവഭഗവാൻ നേരിട്ട് പറയുകയാണ്, ദേവിയുടെ ഉപാസകരും മാത്രമാണ് പുണ്യവാന്മാർ. ദേവിയെ ഉപാസിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുരുഷ ദൈവങ്ങളെയും നിങ്ങൾക്ക് ഉപാസിക്കാം. ദേവിയെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും പുരുഷ ദൈവത്തെ മാത്രമായി ഉപാസിക്കരുത്. അതായത് പാർവതി ദേവിയെ മാറ്റി നിർത്തിയിട്ട് ശിവനെ ഉപാസിക്കുന്നവന്റെ കാര്യം കഷ്ടമാണ്, കുത്തുവാള എടുത്തു പോകും. അതുപോലെ രാധാറാണി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി, അപ്പൊ രാധാറാണിയെ ആരാധിക്കാതെ, അതായത് ലക്ഷ്മി ദേവി രാധാറാണിയുടെ അംശരൂപമാണ്. അപ്പൊ രാധാറാണിയെ ആരാധിക്കാതെ കൃഷ്ണനെ ആരാധിക്കുന്നവര് കുത്തുവാള എടുത്തു പോകും. വള്ളിയെ ആരാധിക്കാതെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവരുടെ കാര്യം കഷ്ടം ഇല്ലേ? പിന്നെ മാളികപ്പുറത്തമ്മയെ തൊഴാതെ അയ്യപ്പനെ തൊഴുന്നവരെയും ആരാധിക്കുന്നവരുടെയും കാര്യം കഷ്ടം. ഇങ്ങനെ ഏത് ദൈവം നിങ്ങൾ എടുത്താലും അവരുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുണ്ട് എന്നറിയുക. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ശിവസ്വരൂപമായ മെത്തയിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ ഈ ശിവസ്വരൂപമായ മെത്തയുടെ പ്രത്യേകത എന്താണ്? ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രേശ്വരന്മാരും. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രേശ്വരന്മാരും 4 കാലുകളായിട്ടും ഉപരിഭാഗത്ത് സദാ ശിവഭഗവാൻ പലകയായുമുള്ള മെത്ത. അപ്പം ദേവി ഇരിക്കുന്ന കട്ടിലിൻ്റെ 4 കാല് ചുമക്കുന്നത് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രേശ്വരന്മാരും. ആ ഇതിനൊരു പലക വേണമല്ലോ മെത്തയ്ക്ക്. ആ പലക എന്ന് പറയുന്നത് പരമശിവനും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രേശ്വരന്മാരും ശിവനും ദേവിയുടെ സേവകന്മാരാണ്. അതാണ് അറിയേണ്ടത്. ദേവിയുടെ സേവകന്മാരാണ് ആരെന്ന് പറയുന്നത്? ബ്രഹ്മാവും വിഷ്ണുവും രുദ്രേശ്വരന്മാരും. അതേ കണക്ക് തന്നെ ആ ശിവഭഗവാനും എല്ലാം ദേവിയുടെ സേവകരാണ്. കൃഷ്ണനും ദേവിയുടെ സേവകരാണ്. അതുകൊണ്ടാണ് രാധാദേവിയുടെ പാദമെടുത്ത് ശിരസിൽ വെക്കുന്നത്. അങ്ങനെ കൃഷ്ണനാണോ രാധാജിയുടെ പാദമെടുത്ത് ശിരസിൽ വെക്കുന്നതെന്ന് സംശയം തോന്നിയ ജയദേവ കവിയെപ്പോലും കൃഷ്ണൻ ചെന്ന് തിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ജയദേവ. അപ്പൊ ദേവിയെ സേവിക്കുന്നവരാണ് ദേവന്മാര് പോലും. പിന്നെ മനുഷ്യനായ നിങ്ങൾ ദേവിയെ മാത്രം പൂജിക്കാതെ
വെറും കൃഷ്ണനെയും ശിവനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് വിഡ്ഢികളെന്നും അഹങ്കാരികളെന്നുമാണ്. കാരണം നിങ്ങൾ പൂജിക്കുന്ന കൃഷ്ണനും ശിവനും ബ്രഹ്മാവും എല്ലാം അവർ പോലും ദേവിയുടെ സേവകന്മാരാ. എന്നിട്ട് ക്രിമികളെക്കാൾ കഷ്ടമായ മനുഷ്യര് ദേവന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ക്രിമികളെക്കാൾ കഷ്ടമാണ്. നമ്മൾ ദേവിയെ ഉപാസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പാപികളാണെന്ന് തീർത്ത് പറയേണ്ടി വരും. മഹാദേവിയിൽ ലയിക്കാനുള്ള വഴികളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത്. ശ്രീദേവി ഉപാസനയുടെ രഹസ്യം ഇതിനകത്തടങ്ങിയിട്ടുണ്ട്. സുധാ സിന്ധോർ മധ്യേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സുധാ സിന്ധു എന്ന് പറഞ്ഞാൽ അറിയാമോ? നമ്മുടെ ശ്ലോകം പറഞ്ഞിരിക്കുന്നത് ദേവി താമസിക്കുന്നത് എവിടെയാണ്? സുധാ സിന്ധോർ മധ്യേ എന്ന് പറഞ്ഞ അമൃത സമുദ്രത്തിന്റെ നടുക്ക്. നമ്മൾ കേട്ടതാ, കൽപ്പവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട രത്നദ്വീപിലാണ് താമസിക്കുന്നത്. കടമ്പ് വൃക്ഷത്തിന്റെ ആരാമവുമുണ്ട്. ഈ അമൃത സമുദ്രത്തിന്റെ മധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മൂലാധാരം. മൂലാധാരത്തിൽ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേരാണ് കമലകർണിക. അപ്പൊ മൂലാധാരത്തിന്റെ ഒരു ഭാഗമാണ് കമലകർണിക. ഈ കമലകർണികയുടെ മധ്യത്തിലെ ഒരു ഭാഗമാണ് ത്രൈപുരം. നല്ലോണം കേട്ടോളേ, നമ്മുടെ മൂലാധാരത്തിന്റെ ഒരു ഭാഗമാണ് കമലകർണിക, അതിന്റെ മധ്യത്തിന്റെ ഒരു ഭാഗമാണ് ത്രൈപുരം. അവിടെ ഈ ത്രൈപുരത്തിലാണ് എന്തുണ്ട്? ഒരു ത്രികോണം. അത് കാമസ്വരൂപമാണ് ആ ത്രികോണം. ആ ത്രികോണത്തിൽ അടങ്ങിയിരിക്കുന്ന ബിന്ദുവിന്റെ പേരാണ് സുധാ സിന്ധു, അല്ലെങ്കിൽ അമൃത സമുദ്രത്തിന്റെ മധ്യം എന്ന് പറയുന്നത്. അതാണ് താന്ത്രിക വിധിപ്രകാരമുള്ള വിവരണം. അല്ലാതെ അമൃത് കൊണ്ടുള്ള ഒരു സമുദ്രം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂലാധാരം, ആ മൂലാധാരത്തില് കമലകർണിക എന്നൊരു ഭാഗം, അതിൻ്റെ മധ്യത്തിൽ ത്രൈപുരം എന്നൊരു ഭാഗം, അതിൻ്റെ മധ്യത്തിലൊരു ത്രികോണം, അത് കാമസ്വരൂപമാണ്. ആ കാമസ്വരൂപമായ ത്രികോണത്തിൻ്റെ മധ്യത്തിലൊരു ബിന്ദുവുണ്ട്. ആ ബിന്ദുവിനെയാണ് സുധാ സിന്ധു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സുധാ സിന്ധുവിൻ്റെ മധ്യത്തിലാണ് ഉപാസകർ, അതായത് മൂലാധാരത്തിനടങ്ങിയിരിക്കുന്ന കമലകർണിക മധ്യത്തിലെ ത്രൈപുരത്തിനകത്തുള്ള ത്രികോണത്തിൻ്റെ ആ അകത്തുള്ള ബിന്ദുവായ സുധാസിന്ധുവിൻ്റെ മധ്യത്തിലാണ് ഒരു ദേവി ഉപാസകൻ ദേവിയുടെ സാന്നിധ്യം എന്ത് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. ആരാണോ ശ്രീചക്രത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പൂജിക്കുന്നത് അവർക്ക് സൗന്ദര്യലഹരിയുടെ 7-8 ശ്ലോകങ്ങളിൽ ദേവിയുടെ രൂപം വർണ്ണിക്കുന്നുണ്ട്. ആ രൂപത്തോടു കൂടിയ ദേവി വളരെ എളുപ്പം പ്രത്യക്ഷപ്പെടും. അപ്പൊ ശ്രീചക്രത്തെ ആരാണോ ഹൃദയത്തിൽ ധ്യാനിച്ച് പൂജിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ സൗന്ദര്യലഹരിയുടെ 7-8 ശ്ലോകങ്ങളിൽ പറയുന്ന രൂപങ്ങളിലുള്ള ദേവി പ്രത്യക്ഷപ്പെടും. ഇനി ഇവിടെ വളരെ വിലപ്പെട്ട ഒരു മന്ത്രം ഭഗവാൻ നൽകുന്നുണ്ട്. രാം എന്നാണ്. കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകാൻ സാധ്യതയുള്ളവരും നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് ഈ മന്ത്രം പ്രയോജനപ്പെടും. ഇത് 12 ദിവസം ജപിച്ചാൽ മതി. ഒരു ദിവസം 1200 ഉരു ജപിക്കണം. രാ 0 എന്നതാണ് മന്ത്രം. അപ്പൊ ആദി പരാശക്തിയായ ദേവി എവിടാണ് വസിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ ദേവി വസിക്കുന്നത് എവിടെയാണ്? അമൃത സമുദ്രത്തിന്റെ മധ്യത്തിലുള്ള രത്നദ്വീപിലാണ്. അമൃത സമുദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലാധാരമാണ്. മൂലാധാരത്തിലെ കമലകർണിക മധ്യത്തിലെ ത്രൈപുരം എന്ന കാമസ്വരൂപമായ ത്രികോണത്തിലടങ്ങിയ ബിന്ദുവാണത്. ഇനി ഒന്നും കൂടെ ദേവിയെ വേഗം പ്രത്യക്ഷപ്പെടുത്താം. ശ്രീചക്രത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചു പൂജിച്ചാൽ വളരെ പെട്ടെന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്താം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കൃഷ്ണനെയോ ശിവനെയോ സുബ്രഹ്മണ്യനെയോ ഒക്കെ ആരാധിച്ചുകൊള്ളൂ. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ദേവിയെ ഉപാസിക്കണം.
ദേവിയെ ഉപാസിക്കാതെ ഒരിക്കലും നിങ്ങൾ പുരുഷ ദൈവങ്ങളെ ആരാധിക്കരുത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പുരുഷ ദൈവത്തിന്റെ മന്ത്രം, ഇപ്പൊ ശിവന്റെതോ അല്ലെങ്കിൽ കൃഷ്ണന്റെയോ ഒക്കെ മൂലമന്ത്രം ഉപദേശിച്ചു മന്ത്രോപദേശം മന്ത്രദീക്ഷ കൊടുക്കുന്ന അവസരത്തിൽ ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു ബുക്കും കൂടെ പണ്ട് ആചാര്യന്മാർ കൊടുക്കും. ഇല്ലെങ്കിൽ അന്നത്തിന് വലഞ്ഞ് കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദേവിയെ ഉപാസിക്കുക. ദേവിയില്ലാതെ പുരുഷ ദൈവങ്ങളെ ഒരിക്കലും ഉപാസിക്കരുത്. ദേവിയില്ലാതെ പ്രപഞ്ചമില്ല. ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയും വിചാരിക്കുക, നിങ്ങളില്ലാതെ എങ്ങനെയാണ് മക്കളുണ്ടാകുന്നത്? അല്ലേ? ആർക്കാണ് നിങ്ങളിൽ മനുഷ്യരിൽ പോലും നമ്മൾ ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നത്? അച്ഛനോ അമ്മയ്ക്കോ? മനുഷ്യരിൽ പോലും നമ്മൾ ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നത്? എല്ലാവരും അമ്മയല്ലാതൊരു ദൈവമുണ്ടോ എന്നാ പാടുന്നതില്ലേ? അച്ഛനല്ലാതൊരു ദൈവമുണ്ടോ എന്നാരെങ്കിലും പാടി കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സാധാരണ മനുഷ്യന്റെ ഇടയിൽ പോലും സ്ത്രീക്കാണ് പ്രാധാന്യം, അമ്മയ്ക്കാണ് പ്രാധാന്യം. മക്കള് അമ്മയ്ക്കാ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളാകട്ടെ പുരുഷ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഈ അബദ്ധം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് ദേവിയെ ഉപാസിക്കൂ, ദേവിയെ ഉപാസിക്കൂ, സർവ്വ ഐശ്വര്യങ്ങളും നേടൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാ.